കൃഷി ഒരു തൊഴിലും ജീവിതോപാധിയും മാത്രമല്ല, മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി കൃഷിയാണെന്ന് പറയാം. കാരണം മനുഷ്യൻ്റെ മാത്രമല്ല, ജീവജാലങ്ങളുടെയൊക്കെ പ്രാഥമികമായ ആവശ്യങ്ങളെന്ന് പറയുന്നത് വായു, ജലം, ആഹാരം. ഇതിൽ ഈ വായുവും ജലവും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഭാഗ്യവശാൽ ലഭിക്കും. ആഹാരം പക്ഷേ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കൃഷി എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് കരുതേണ്ടി വരും. ഇത് BC 9000 വർഷം മുതൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു 12000 വർഷങ്ങളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പല വംശങ്ങളും കൃഷി ചെയ്തതായിട്ട് തെളിവുകളുണ്ട്. അത് ഇന്ത്യയിൽ, ചൈനയിലും, അന്ന് പാകിസ്ഥാനിലും, ആഫ്രിക്കയിലും, ഇന്നത്തെ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ, മെസൊപ്പൊട്ടാമിയയിലുമൊക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു സുദീർഘമായ ഒരു പാരമ്പര്യമാണ് ഈ പ്രവർത്തനത്തിന് കൃഷിക്കുള്ളത്. അപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെയൊക്കെ ഏറ്റവും ഒരു കോമണായിട്ടുള്ള ഒരു പാരമ്പര്യത്തിലേക്കോ പൈതൃകത്തിലേക്കോ പോയാൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു പൈതൃകം കൃഷിയാണെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ച ഒരു ദൗർഭാഗ്യം, ഈ പൈതൃകം നമ്മൾ പലരും മറന്നുപോയി, ഈ ഒരു പാരമ്പര്യം നമ്മൾ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ കൂടെ പറയുന്ന ഒരു പുസ്തകമുണ്ട്. എറിക് ഹെല്ലറുടെ ഡിസ്ഇൻഹെറിറ്റഡ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഈ യൂറോപ്പിന് സംഭവിച്ച ഒരു വലിയ ഒരു ദൗർഭാഗ്യത്തെക്കുറിച്ചാണ് എറിക് ഹെല്ലർ പറയുന്നത്. അതായത് പൈതൃക ഭ്രഷ്ടമാക്കപ്പെട്ട മനസ്സ്, ഇതിനെക്കുറിച്ചാണ് എറിക് ഹെല്ലർ പറയുന്നത്. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: കൃഷി എന്ന് പറയുന്ന ഒരു വലിയ പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം നമ്മൾ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ കൃഷിയിലൂടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യവും ആക്ടിവിറ്റിയും കൃഷിയാണ്. അപ്പോൾ ഏത് ജോലി ചെയ്യുന്നവരും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിയും കൂടെ അവരുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. കാരണം ആഹാരം ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തേത്, എല്ലാ ആളുകൾക്കും പൊതുവായിട്ടുള്ള ഒരു പൈതൃകമാണ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് കൃഷി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യമം ഈ ഭക്ഷ്യ ഉൽപ്പാദനം നടത്തുന്ന മനുഷ്യന് മാത്രമല്ല, ജീവജാലങ്ങൾക്കുൾപ്പെടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരോടുള്ള ഒരു ആദരവാണ്, അവരോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. ഈ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കൃഷി രീതിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത് ഒരർത്ഥത്തിൽ വലിയ ദോഷമാണ് സംഭവിച്ചത്. കാരണം വലിയ തോതിൽ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തിയത് 1900-കളോടുകൂടിയാണ്. അതായത് 20-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. വൻതോതിൽ രാസവളങ്ങൾ ഉപയോഗിച്ചു, കൃത്രിമ പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെട്ടു, കീടനാശിനികൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് സംഭവിച്ചത് മണ്ണും ജലവും
ആവാസ വ്യവസ്ഥയും മനുഷ്യനും ആഹാര പദാർത്ഥങ്ങളും ഒരുപോലെ മലിനമായി. ഇത് ഭൂമിയുടെ തന്നെ നിലനിൽപ്പിനെ അപകടമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ അടുത്ത കാലത്ത് മനുഷ്യ സമൂഹം ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1970 ഈ ജൈവ കൃഷി എന്ന് പറയുന്ന ഒരു ബദൽ രീതി ആവിർഭവിച്ചു വന്നിട്ടുണ്ട്. അത് 1990 വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോകമെമ്പാടും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ജൈവ കൃഷി രീതികൾ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന രീതികൾ വളരെ പ്രചാരത്തിലുണ്ട്. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏതാണ്ട് 1% ഈ ജൈവ രീതിയിലാണ് ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ജൈവ കൃഷി എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല, കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികമായ രീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ജൈവ കൃഷി എന്ന് പറയാം, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജൈവ കൃഷിയിലൂടെ ഉദ്ദേശിക്കുന്നത് മണ്ണും ജലവും മനുഷ്യനും ആഹാരവും ജീവജാലങ്ങളും ഒരുപോലെ ആരോഗ്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൽ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള രീതികൾക്ക് സമരസപ്പെട്ടുള്ള കൃഷിരീതികളാണ്. BC 500-കടുത്ത്, അതായത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് സീനോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കലാണ്. നമ്മൾ ഓർക്കേണ്ടത് 2500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാചകമാണിത്. അത് ഇന്നിപ്പോൾ നമ്മുടെ വർത്തമാന കാലത്ത് എത്രമാത്രം പ്രസക്തമായി എന്ന് ആലോചിക്കണം. ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ശ്രമിക്കുന്നത് പ്രകൃതിയുമായിട്ട് എത്രമാത്രം സമരസപ്പെടാമോ അത്രമാത്രം സമരസപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതി ഇവിടെ കൊണ്ടുവരുന്നതിന് പുറകിൽ കോളേജിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാല തന്നെ ഓർഗാനിക് ഫാമിങ്ങിൽ ഒരു ആഡ് ഓൺ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഡ് ഓൺ കോഴ്സിൽ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രായോഗിക മേഖല, അവർക്കൊരു പ്രാക്ടിക്കൽ ഫീൽഡ് നമ്മളിതിലൂടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ് എന്ന് പറയുന്ന ഈ ജൈവ കൃഷി രീതി, പ്രകൃതിയോട് സമരസപ്പെടുന്ന ഈ കൃഷി രീതി സമൂഹത്തിന് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത്. മൂന്നാമത്തേത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃഷി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ കർഷകരോടുള്ള ഒരു ആദരവും ഐക്യദാർഢ്യവും കാണിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, കൃഷിയെന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുള്ള ആ വലിയ പാരമ്പര്യത്തെ ഒന്ന് ഓർപ്പിക്കുക, അത് കൈമോശം വരാതിരിക്കാനുള്ളൊരു ശ്രമം. അതോടൊപ്പം തന്നെ അക്കാദമികമായ ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. കാരണം ഈ ജൈവ കൃഷിയിൽ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ കൃഷി രീതികൾ ലോകമെമ്പാടും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്, പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളുമായിട്ട് കോളേജ് സഹകരിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സേവനവും അവരുടെ മാർഗനിർദ്ദേശങ്ങളും കോളേജ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഓർഗാനിക് ഫാമിങ്ങിൽ ഒരു പുതിയ മേഖല തുറക്കുക എന്ന ലക്ഷ്യം കൂടെ കോളേജിന് ഇതുകൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്.